ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന യോഹന്നാൻ കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ വായിച്ചു വരുന്നത്. ഇന്നലെ 15-ാം അധ്യായം നമ്മൾ വായിച്ചു, ഇന്ന് 16-ാം അധ്യായം നമ്മൾ വായിക്കുകയാണ്. ഇസ്രായേൽ ജനം രണ്ട് രാജ്യമായി വിഭജിക്കപ്പെട്ടു. രണ്ട് രാജ്യങ്ങളിലും ധാരാളം രാജാക്കന്മാർ വരുന്നു. രാജാക്കന്മാർ വന്ന് ഭരണം നടത്തുമ്പോൾ അതിനു മുമ്പുള്ളവരുടെ പാപം എത്ര ശക്തമായിരുന്നോ അത്രത്തോളം അതിനേക്കാൾ ഉപരിയായി ഓരോരുത്തരും പാപം കൂടുതൽ ചെയ്തു വരുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നവരെല്ലാവരും ജെറോബെയാമിൻ്റെ വഴിയെ സഞ്ചരിച്ചു എന്നാണ്. ജെറോബെയാം പാപം ചെയ്തു, അത് കണ്ട് മാതൃകയാക്കി മറ്റെല്ലാവരും അതേ വഴി തന്നെ പിന്തുടരുകയാണ്. 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവർ പാപം ചെയ്തു എന്ന് മാത്രമല്ല, ജനത്തെ കൊണ്ട് പാപം ചെയ്യിച്ചു എന്നുള്ളതാണ്. സ്വയം പാപം ചെയ്യുന്നതിനേക്കാൾ കഠിനമാണ് മറ്റുള്ളവരെ കൊണ്ട് പാപം ചെയ്യിക്കുക എന്നുള്ളത്. അത് വലിയ മാതൃകാദോഷമാണ്. അധികാര സ്ഥാനത്തുള്ളവർ, അത് സഭയിലായാലും സമൂഹത്തിലായാലും മറ്റുള്ളവരെ വളരെയേറെ സ്വാധീനിക്കും. നേതൃത്വമുള്ളവരുടെ രീതി കണ്ട് മറ്റുള്ളവരും അത് തുടരാനേറെ സാധ്യതയാണ്. മാതാപിതാക്കളുടെ രീതി കണ്ടാണല്ലോ മക്കൾ വളരുന്നത്. അവർ ആദ്യം മാതൃകയാക്കുന്നത് നമ്മുടെ മാതാപിതാക്കളെ ആയിരിക്കും. അതുപോലെയാണ് രാജ്യം ഭരിക്കുന്ന രാജാവും സഭയെ നയിക്കുന്ന ആത്മീയ നേതാക്കന്മാരും. അവരെ കണ്ട് ധാരാളം ആളുകൾ പാപത്തിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. നന്മയിലേക്ക് പോകാനും അവരാണ് മുഖാന്തരം. കർത്താവ് സ്ത്രീഹന്മാരെ അയച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഞാൻ ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കണം, ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യണമെന്നാണ്. കർത്താവിൻ്റെ വഴി പുതിയ നിയമത്തിൽ നമുക്കറിയാം ക്രൂശിൻ്റെ വഴിയാണ്. ആ വഴി ആദ്യം ആളുകളാരും ഇഷ്ടപ്പെടുന്ന ഒരു വഴിയല്ലല്ലോ അത്. അതുകൊണ്ട് എല്ലാവർക്കും പാപത്തിൻ്റെ വഴിയാണ് ഇഷ്ടം. അതാണ് ശരീരപരമായി സുഖവും സന്തോഷവും അനുഭവിക്കാൻ നല്ലത്. അതാണ് ആത്മീയമായ വഴി എന്ന് പറയുന്നത്. കർത്താവിൻ്റെ വഴി എന്ന് പറയുന്നത് ക്രൂശിൻ്റെ വഴിയാണ്. ഇതാർക്കും സ്വീകരിക്കാൻ വലിയ താല്പര്യമില്ല. അത് വേദനയുടെ, നിന്ദയുടെ, പരിഹാസത്തിൻ്റെ ഒക്കെ വഴിയാണ്. ആദിമ സഭാപിതാക്കന്മാരൊക്കെ ആ വഴി തിരഞ്ഞെടുത്തു. എന്നാൽ ഇന്ന് ആധുനിക രീതിയിലുള്ളതായ വിശ്വാസികളും അതിന് നേതൃത്വം നൽകുന്നവരും ആ വഴി ഉപേക്ഷിച്ച് സുഖത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആ ജഡികമായ എല്ലാ അഭിലാഷങ്ങളും പൂർത്തീകരിക്കുവാൻ വേണ്ടി പലപ്പോഴും അവർ വെമ്പൽ കൊള്ളുന്നു. അത് കണ്ടുവരുന്നതായ അവരുടെ പിൻഗാമികളും അങ്ങനെ തന്നെ അത് തുടരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ രാജാവ് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവ് കാട്ടിയ വഴിയിലൂടെ മാത്രമേ നമുക്ക് സഞ്ചരിക്കുവാൻ അവകാശമുള്ളൂ. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരുമാണ് ഞാനും നിങ്ങളും എന്നുള്ള ബോധ്യം എപ്പോഴും നമുക്ക് ഉണ്ടാകേണ്ടതാണ്. ഇവിടെ പല രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഏലാ, സിമ്രി, ഓമ്രി, ആഹാബ്. ഇതിൽ ആഹാബ് മറ്റുള്ളവരേക്കാൾ കൂടുതൽ പാപം ചെയ്തു നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാമല്ലോ, ഈ ഭൂമിയിലും പെട്ടെന്ന് നമ്മളെ സ്വാധീനിക്കുന്നത് എപ്പോഴും അത് തിന്മയായിരിക്കും. ഒരാളെക്കുറിച്ചൊരു ദോഷം നമ്മൾ കേട്ടാൽ അത് വളരെ വേഗം മറ്റുള്ളവരോട് പറയാനുള്ള പ്രവണത നമുക്കുണ്ടാകും. ഒരാളെക്കുറിച്ചൊരു നന്മ കേട്ടാൽ അത്രയും പെട്ടെന്ന് പറയാനുള്ള പ്രവണത നമുക്കുണ്ടാകുന്നില്ല. അതാണ് പൈശാചിക പ്രലോഭനം എന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ട്, സത്യം വളരെ പതുക്കെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ, അസത്യം വളരെ വേഗം സഞ്ചരിക്കും. പക്ഷെ കർത്താവ് നമുക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിലൂടെ മാത്രം യാത്ര ചെയ്യുവാൻ നമുക്കിടയാകണം.
അതിന് ശക്തമായ പ്രാർത്ഥനയും വേദപുസ്തക ധ്യാനവും വചനത്തിൻ്റെ ധ്യാനവും നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഈ വേദപുസ്തകമൊക്കെ തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ ആ സത്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം ഒരു വെളിച്ചമായി ഞങ്ങളുടെ മുന്നിൽ എപ്പോഴും ഈ വചനം ഉണ്ടാകണമേ. അതനുസരിച്ച് മാത്രം ജീവിക്കാൻ ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ വേദപുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ധാരാളം രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ കണ്ടു. അവരൊക്കെ തിന്മ ചെയ്തു അവരുടെയൊക്കെ അന്ത്യവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ശോചനീയമായ രീതിയിൽ ഇവിടെ പറയുന്നു, അവർക്ക് നല്ല ശവസംസ്കാരം പോലും കിട്ടാത്ത രീതിയിൽ നായ്ക്കളും പക്ഷികളും അവരെ ഭക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിച്ചതിൻ്റെ 10-1 സുഖം പോലും നമ്മുടെ പൂർവ്വികർ ഈ ഭൂമിയിൽ അനുഭവിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. ദാരിദ്ര്യത്തിൻ്റെ കഷ്ടതകളുടെ പ്രയാസങ്ങളുടെയൊക്കെ അനുഭവത്തിലൂടെ അവർ ജീവിച്ചു. അതൊക്കെ അനുഭവിച്ച് അവർ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നു. നമ്മളൊക്കെ ജീവിച്ച കാലഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ ഒരുപാട് സുഖലോലുപത ഇപ്പോൾ ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ അത് എത്രമാത്രം ആസ്വദിക്കുന്നവനെ നമ്മൾ മിടുക്കനെന്നും കഴിവുള്ളവനെന്നും നമ്മൾ വിളിക്കുകയാണ്. ഇത് വേണ്ടെന്ന് വെക്കുന്നവനെ മടയൻ എന്നാണ് ലോകം കാണുന്നത്. അത് ലോകത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും അങ്ങനെയായിരിക്കും. എന്നാൽ നമ്മളിതിനെയൊക്കെ അതിജീവിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് പ്രിയമുള്ള മക്കളായി തീരുന്നതിനുള്ള ബോധ്യത്തോടെ അപ്രകാരം ജീവിതം നയിക്കാൻ നമുക്കിടയാകണം. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും ആരാധനകളും വേദപുസ്തക വായനകളൊക്കെ അതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അതിനുള്ള അനുഗ്രഹം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.